മഹായുതി സഖ്യത്തിൽ അജിത് പവാറും ഏകനാഥ് ഷിൻഡെയും അപ്രസക്തരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏകനാഥ് ഷിൻഡെയ്ക്ക് തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം 41 സീറ്റുകളുണ്ട്, ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ ലോക്സഭയിൽ അദ്ദേഹത്തിന് കാര്യമായ ജനപ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കൾക്ക് ആർക്കും തന്നെ ക്യാബിനറ്റ് റാങ്ക് കിട്ടിയില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രഫുൽ പട്ടേൽ വലിയ തോതിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ ചേരേണ്ടതിൻ്റെ അനിവാര്യത അജിത് പവാറിനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അജിത് പവാർ ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും അദ്ദേഹം തിരിച്ച് ശരത് പവാർ പക്ഷവുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസിലേക്ക് ലയിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉടലെടുത്താൽ തീർച്ചയായും NDAയിൽ പൊട്ടൽ അതിരൂക്ഷമാകും. നമുക്കറിയാം, ഷിൻഡെ വിഭാഗത്തെ മഹാരാഷ്ട്രയിൽ പുലർത്തിയെടുക്കാൻ BJP നടത്തിയ നാടകം വളരെ വലുതായിരുന്നു. അതിനായി കോടികൾ ചെലവഴിച്ചു എന്ന് വ്യക്തമാണ്. അതിന് കാരണക്കാരനായത് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന അവർ തന്നെ ഓമന പേരിട്ട് വിളിക്കുന്ന ട്രബിൾ ഷൂട്ടറാണ്. ഏകനാഥ് ഷിൻഡെയെ ശിവസേനയിൽ നിന്നും അടർത്തിയെടുത്ത് ശിവസേനയെ ദുർബലപ്പെടുത്തുക എന്ന BJPയുടെ സ്വപ്നം പൂവണിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ശിവസേന ഇപ്പോൾ ഒതുക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഉദ്ധവ് താക്കറെ ഒരു കാര്യം മാത്രം ഷിൻഡെയോട് പറഞ്ഞു: നിങ്ങൾ ഇങ്ങനെ ശിവസേനയെ തകർത്തതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നേട്ടവും ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങളെ വളരെ വൈകാതെ BJP വലിച്ചെറിയും. കറിവേപ്പല പോലെ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അജിത് പവാറിന്റെ രാഷ്ട്രീയ നീക്കം വളരെ ചടുലമാണ്. മഹാരാഷ്ട്രയിൽ ഏറ്റവും ബുദ്ധിപരമായി കരുക്കൾ നീക്കുന്നതിൽ സുപ്രധാനിയായ വ്യക്തി അജിത് പവാർ ആണെന്ന് പലപ്പോഴായി പറയാറുണ്ട്. BJPക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയില്ല അജിത് പവാർ എങ്ങോട്ട് നീങ്ങുമെന്ന്. കാരണം ഫട്നാവിസിന്റെ കൂടെ സത്യപ്രതിജ്ഞ ചെയ്ത് വളരെ വൈകാതെ തന്നെ ഭഗത് സിംഗ് കോശിയാരിയെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ മഹാവികാസ് അഘാടി സഖ്യവുമായി കൂട്ടുകൂടിയ വ്യക്തിയാണ് അജിത് പവാർ. ശരത് പവാറുമായി വീണ്ടും ഒരു സഖ്യത്തിന്റെ നീക്കം, കോൺഗ്രസുമായുള്ള മഹാലയനം, ഇതൊക്കെ മുന്നിൽ കാണുന്ന ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് അജിത് പവാർ മാറുകയാണ്. അജിത് പവാർ ഉറപ്പിച്ച് പറയുന്നു, തങ്ങളുടെ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ തങ്ങളുടെ കൂടെയുള്ള ന്യൂനപക്ഷ MLA-മാർ അതൃപ്തരാണ്. അവർക്ക് എങ്ങനെയും BJP സഖ്യത്തിന്റെ ഈ ഒരു ചട്ടക്കൂടിൽ നിന്നും പുറത്തു വരേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രാധാന്യം. BJPയുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, അവരുടെ ദുഷ്ടലാക്കിന് വേണ്ടി നിന്നുകൊടുക്കാൻ താല്പര്യമില്ല എന്ന ഒരു രാഷ്ട്രീയ ബോധമാണ് അവർക്കുള്ളത്. സനാതന ധർമ്മവും മനുസ്മൃതിയും ഒന്നും പാലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് അജിത് പവാറിൻ്റെത്. അജിത് പവാർ അത് മനസ്സിലാക്കി തന്നെ കോൺഗ്രസിലേക്ക് ചേക്കേറിയാൽ ഒരു വിശാല ഗ്രൂപ്പ് വരും. 41 MLA-മാർ അജിത് പവാറിനുണ്ട്. നിലവിൽ കോൺഗ്രസിന് 16 MLA-മാരും ശരത് പവാറിന് 10 MLA-മാരും. അങ്ങനെ മൊത്തം 67 MLA-മാരുടെ ഒരു ഐക്യം വന്നാൽ അജിത് പവാറിനെ പ്രതിപക്ഷ നേതാവാക്കാം എന്ന ഡിമാൻഡാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ രീതി എടുത്താൽ അജിത് പവാർ അതിനോട് സമ്മതം മൂളും.